ആദ്യമായി ഞാൻ വന്ദേ ഭാരത് കേരളത്തിന് അനുവദിച്ച പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്കും റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ്ജിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമന്ത്രി എല്ലാ തവണയും കേരളം സന്ദർശിക്കുമ്പോൾ കേരളത്തിനായി വലിയ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കാറുണ്ട്. കഴിഞ്ഞ തവണ എറണാകുളം അദ്ദേഹം സന്ദർശിച്ചപ്പോൾ 4500 കോടി രൂപയുടെ പദ്ധതികളാണ് അന്ന് കേരളത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഈ തവണ വരുമ്പോൾ അതുപോലെ തന്നെയുള്ള പദ്ധതികൾ കേരളത്തിന് വേണ്ടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ അതിവേഗ തീവണ്ടി വരുമ്പോൾ ആ അതിവേഗ തീവണ്ടി കേരളത്തിൻ്റെ വികസനത്തിൻ്റെയും വേഗത കൂട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരു 2 ആഴ്ച മുമ്പാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിന് വന്ദേ ഭാരത് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയത്. ഈ നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർ കാളപെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്തോടിയ ചില മാധ്യമ പ്രവർത്തകരുടെ വാക്കുകൾ കേട്ടിട്ടാണ് മുഖ്യമന്ത്രി ഈ തരത്തിൽ അന്ന് പ്രസ്താവന നടത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിലുണ്ടായത് പാർലമെൻറ്റിലെ ചോദ്യത്തിന് വന്ദേ മെട്രോ, ആ വന്ദേ മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി കേരളത്തിലെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിയിലേക്ക് വരെ എത്തിച്ചു. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ആ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള രീതിയിൽ എത്തുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മെട്രോ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് ഇല്ല എന്നുള്ള തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പ്രചരണം. ഏതായാലും ആ പ്രചരണത്തിന് വലിയ ആയുസ്സുണ്ടായില്ല. 2 ആഴ്ചക്കകം വന്ദേ ഭാരത് കേരളത്തിന് ലഭിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു. സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. തീവണ്ടിയുടെ വേഗതയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ബന്ധപ്പെട്ട വിദഗ്ധന്മാർ പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ റെയിൽവേ വകുപ്പ് മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ സിൽവർ ലൈൻ കേരളത്തിന് വേണ്ടിയിട്ട് സിൽവർ ലൈനിന് വേണ്ടിയിട്ട് വാദിച്ച മുഖ്യമന്ത്രി ഈ വാർത്തയുടെ ചുവട് പിടിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ആവശ്യം ഉന്നയിച്ചു. വന്ദേ ഭാരത് ഇല്ല, ഞങ്ങൾക്ക് സിൽവർ ലൈൻ വേണം. 10,000-കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കേരള സർക്കാരും ഈ ആളുകൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കേരളീയർക്കെല്ലാവർക്കും വേഗതയോടുകൂടി യാത്ര ചെയ്യാൻ കഴിയുന്ന വന്ദേ ഭാരത് നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരും. ഇതാണ് ജനങ്ങളുടെ മുന്നിലുള്ള താരതമ്യം. ആ താരതമ്യം മാധ്യമപ്രവർത്തകർ കൂടി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യ മുഴുവൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസിൻ്റെ കാലത്ത് പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം നേടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ പദ്ധതികൾ പ്രാവർത്തികമാക്കുകയാണ്. പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. സിൽവർ ലൈന് അപ്രായോഗികമാണ്, അപ്രസക്തമല്ല, അപ്രായോഗികമാണ് എന്ന് വിദഗ്ധന്മാരെല്ലാവരും പറഞ്ഞത് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കപ്പെടുകയാണ്. റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രിയായിട്ട് ഒന്ന് സംസാരിച്ചാൽ പ്രശ്നം തീരും. അവർ തമ്മിൽ സംസാരിക്കാൻ തന്നെ ഞങ്ങൾ ഉത്തരവാദികൾ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉത്തരം പറഞ്ഞല്ലോ. അല്ല, അതൊക്കെ പിന്നെ റെയിൽവേ വകുപ്പ് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചുകൊണ്ട് അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉചിതമായിട്ടുള്ള സമയത്ത് എല്ലാവരും അറിയും. അല്ല, അതെന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റെയിൽവേ വകുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതൊക്കെ വിശദാംശങ്ങളൊക്കെ ഞാൻ റെയിൽവേ വകുപ്പ് മന്ത്രിയല്ലല്ലോ.
മാത്രമല്ല റെയിൽവേ വകുപ്പ് മന്ത്രി നടത്തേണ്ട പ്രഖ്യാപനം മുൻകൂട്ടി ഞാൻ നടത്തുന്നതും ശരിയല്ല. ഒരു കാര്യം എവിടെ എവിടെ എന്തായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് അവരുടെ നിയമസഭാ പാസ് റദ്ദാക്കാൻ പോവുകയാണ്. പക്ഷെ തീർത്തും അസാധാരണമായ ഒരു സാഹചര്യത്തിലാണ് അവിടെ ദൃശ്യങ്ങൾ പകർത്തേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നടപടി അത് ശരിയാണോ? എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു സർക്കാരാണ് നരേന്ദ്രമോദിജിയുടെ സർക്കാർ. കേരളത്തിലെ സർക്കാർ അതിന് വിരുദ്ധമായിട്ടുള്ള സമീപനം എടുക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം.